ഏവർക്കും ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, PSC ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓഫീസ് അറ്റൻഡന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 4 1 3 2 മടങ്ങ് എത്ര എന്നാ ചോദിച്ചേക്കുന്നത്. 2 4 1, അതായത് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കണം. ആക്കാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. 2 × 4 എത്ര? 8 പ്ലസ് 1/4 9/4 കിട്ടും. അതുപോലെ ഈ 3 2 മാറ്റണം. 3 2 അതായത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 3 × 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അതായത് 3 × 2 എത്ര? 6 പ്ലസ് 1/2 7/2. അപ്പൊ 2 4 1 3 2 മടങ്ങ് പറയാം. ഇന്ത്യ എന്നുള്ളടത്ത് ഗുണം കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടുവച്ചേക്കുന്ന രണ്ട് വിലയും കൂടി ഇന്ത്യ ചെയ്താൽ മതി. അതായത് 9/4 × 7/2. അതായത് 9 7 ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ വെറുതെ മുകളിലുള്ളത് ഗുണിച്ച് മുകളിൽ എഴുതുക, താഴെയുള്ളത് ഗുണിച്ച് താഴെ എഴുതുക. അപ്പൊ 9 7 63/4 × 2 8. 63/8 നമുക്ക് കിട്ടിയത് 63/8 ആണ്. 8 കൊണ്ട് ഹരിക്കുക. ഇവിടെ നമ്മുടെ ഉത്തരം മിശ്ര ഭിന്നത്തിലാണ്, വിഷമ ഭിന്നത്തിലല്ല. അതുകൊണ്ട് ഇതിനെ വിഷമ ഭിന്നം എന്ന് പറയാൻ മുകളിൽ കൂടുതൽ വരുന്നത് 63 കൂടുതലാണ്, താഴെ കുറവ്. അപ്പൊ ഇതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 8 7 എത്രയാണ് വരും? 8 8 ഇല്ല, 64 വരുന്നത്. ഇപ്പൊ ഇവിടെ 63 ഉള്ളു. 8 7 56, ശിഷ്ട 7. നമുക്കിവിടെ ഹരണനില ആദ്യം എഴുതുക 7, പിന്നെ ശിഷ്ടം എഴുതുക. എത്ര ശിഷ്ടം വന്നു? 7. അത് മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 8 കൊണ്ട് ഹരിച്ചപ്പോൾ. അത് അടിയിൽ എഴുതുക. 7 7/8 ഓപ്ഷൻ ബി ആണ് ഉത്തരം. റൂട്ട് 2 റൂട്ട് 3 ഇടയിലുള്ള ഭിന്നസംഖ്യ എന്ന ചോദ്യം. റൂട്ട് 2 എന്ന് പറയുന്നത് 1.41 ആണെന്ന് കാണാതെ പഠിച്ചു വെക്കുക. സാധാരണ ടേബിളൊക്കെ പഠിക്കുന്ന പോലെ റൂട്ട് 2 റൂട്ട് 3 ഒക്കെ വിലയാണ് പഠിച്ചു വെക്കുക. റൂട്ട് 2 1.41, റൂട്ട് 3 1.73. ഇത് ഹൃദയസ്ഥമാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ 2ന്റെ 1.41 1.73 ഇടയിലുള്ള ഭിന്നസംഖ്യ എന്ന് ചോദിച്ചേക്കണം. അര എന്ന് പറയുന്ന 0.5 ആണ്. അറിയത്തില്ലേ? പഠിച്ചു വെക്കണം. അര 0.5 ആണ്. കാല് എന്ന് പറയുന്നത് 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. മുക്കാല് 3/4 അതായത് 0.75 ആണ്. അര 0.5, കാല് 0.25, മുക്കാല് 0.75. അതായത് ഇവിടെ 1.41 1.73 ഇടയ്ക്കുള്ള ഉത്തരം ഏതാണ്? ഭിന്നസംഖ്യ. അപ്പൊ അരയല്ല എന്തായാലും, അത് 0.5 ഉള്ളൂ. അതുപോലെ 1/3 അല്ല. 1/3 എന്ന് പറഞ്ഞാലും 0. സംതിങ് വരും. 1.3 സംതിങ്. അപ്പൊ അതല്ല. ഇനി 3/2 ആണോ 5/2 ആണോ നോക്കിയാൽ മതി. 3 ഞാൻ 2 വെച്ച് ഹരിക്കുക. 3 2 2 1 2 ശിഷ്ട 1.5 വരും. ഇനി 5/2 ആണെങ്കിലോ 5/2 2 2 4. അപ്പൊ 2 സംതിങ് വരും. അപ്പൊ ഇതാണ് 3/2 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3/2. ഇത് 1.2 എന്ന് പറഞ്ഞാൽ ഇതിന് 2നും ഇടയ്ക്കല്ല, 2നേക്കാളിലും കൂടുതൽ 1 സംതിങ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം. 3/2 വരും. 3ന്റെ പകുതി 1.5 അറിയാമല്ലോ, 1.5. അപ്പൊ അത് ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എഴുതാം. 3/2 3ന്റെ നേരെ പകുതി 1.5 ആണ് 3. 5ന്റെ നേരെ പകുതി 5/2 2. അപ്പൊ 1.5 ആണ് വരുന്നത്. ഇതിന് 2നും ഇടയ്ക്ക് വരുന്നത് 1.5. ഇവിടെ 2 ആണ്. അപ്പൊ 5/2 അല്ല, ഓപ്ഷൻ സി ആണ് ഉത്തരം. 28:65 ഈ സമാന ബന്ധം വേണം ഇവിടെ എഴുതാൻ. 126:28 എന്ന് പറഞ്ഞാൽ 27 1, 65 എന്ന് പറഞ്ഞാൽ 64 1, 27 എന്ന് പറഞ്ഞാൽ 3³ + 1 4³ + 1. അപ്പൊ ഇവിടെ നമുക്ക് 126 എന്ന് പറയുന്നത് 5³ + 1 ആണ്. അപ്പൊ അടുത്ത എന്ത് വരും? 6³ + 1. അതേ സമാന ബന്ധം ഇവിടെ 3³ + 1 4³ + 1. അതേ ബന്ധം വേണം ഇവിടെ വരാൻ. 5³ + 1 എടുത്ത 6³ + 1 6³ എന്ന് പറഞ്ഞാൽ 216 + 1 217 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതേ സമാന ബന്ധം നോക്കണം. 28 എന്ന് പറഞ്ഞാൽ 27 + 1, ഇവിടെ 64 + 1, ഇവിടെ 125 + 1, ഇവിടെ 216 + 1. അതായത് 3³ + 1 4³ + 1. 64 എന്ന് പറഞ്ഞാൽ 4³. 27 എന്ന് പറഞ്ഞാൽ 3³ + 1 4³ + 1. അതേ ബന്ധം വേണം ഇവിടെ വരാൻ. 5³ + 1 എടുത്ത് 6³ + 1 വരും. 216 + 1 217. ഇനി സമാന ബന്ധം കണ്ടെത്തുക. വൃത്തസ്തംഭം ∅r². അതേ ബന്ധം വേണം ഇവിടെ വരാൻ. ഡാഷ്
1/3 പൈ ആർ സ്ക്വയർ എച്ച്. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണിത്. അപ്പൊ ഇവിടെ എന്തിന്റെ വ്യാപ്തമാണ് ഈ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് നോക്കിയാൽ മതി. വൃത്തസ്തൂപിക, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ എന്തിന്റെ വ്യാപ്തം ഇത് നോക്കിയാൽ മതി. ഇവിടെ വ്യാപ്തമാണ് വന്നേക്കുന്നത്. അപ്പൊ വൃത്തസ്തൂപിക ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 2 + 4 + 6 + 180ന്റെ വില എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ 2 ഇഞ്ച് വെളിയിലെടുക്കുക, ഇരട്ട സംഖ്യകളായതുകൊണ്ട്. അപ്പോൾ 2 ഇഞ്ച് വെളിയിലെടുത്താൽ പിന്നെ ഇവിടെ 2, 1, 2, 2, 2, 4, 2, 3, 6 എല്ലാത്തിൽ നിന്നും 2 ഇഞ്ച് വെളിയിലെടുത്താൽ ഇങ്ങനെ വരും. 2 90, 180. ഇപ്പോൾ 2 × 1 + 2 + 3 + etc. 90 വരും. അതായത് n എണ്ണ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1/2 ആണ്. n × n+1/2 ആണ്. നമുക്കിവിടെ 2 + 4 + 6 + ഉള്ളതിന് 2 ഇഞ്ച് വെളിയിലെടുത്താൽ എത്ര വരും? 1 + 2 + 3 + etc. 90. അതായത് 1 മുതൽ 90 വരെയുള്ള എണ്ണ സംഖ്യകളുടെ തുക 2 ഇഞ്ച് വെളിയിലെടുത്താൽ 2 ഇവിടെ ഉണ്ട്. n × n+1. ഇവിടെ n എത്ര? 90 വരെ. 90 × 90 + 1/2 സമം 2 കട്ടാകും. 90 × 91 8190 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇങ്ങനെ ചെയ്താൽ മതി. ഇതെല്ലാം ഇരട്ട സംഖ്യയാണ്. ഇപ്പൊ 2 ഇഞ്ച് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 1 + 2 + 3 + etc. 90 വരും. ഇപ്പൊ ഇവിടെ 1 + 2 + etc. n എണ്ണ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല അത് പഠിക്കണം. n × n+1/2 ആണ്. അപ്പൊ ഇതാ നമ്മുടെ ചോദ്യം. അപ്പൊ 2 ഇഞ്ച് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 + 2 + etc. 90. അപ്പൊ n × n+1. ഇവിടെ n എത്ര? 90 വരെയുള്ള ചോദിച്ചേക്കാം. അപ്പൊ 90 × 90 + 1. 2 ഇവിടെ വെളിയിലെടുത്ത 2. 90 × 90 + 1 91/2. 2 ക്യാൻസൽ ആകും. 91 90 ഗുണിക്കുമ്പോൾ 8190 വരും. ഒറ്റയാനെ കണ്ടെത്തുക. അതായത് 229, 239, 259, 269. 259 ഒരു ഭാജ്യസംഖ്യയാണ്. 37 × 7 ആണ്. 229, 239, 269 അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിന് എല്ലാത്തിനും ഒന്നും ആ സംഖ്യയിൽ മാത്രമേ ഘടകങ്ങളുണ്ടാവൂ. ഇവിടെ 259-ന് 37-ഉം 7-ഉം 259-ഉം 1-ഉം എല്ലാം 2-ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഇത് മാത്രം കോമ്പോസിറ്റ് നമ്പർ. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. 259 ഭാജ്യസംഖ്യയാണ്. ഇവിടെ 500ന്റെ വർഗത്തെക്കാൾ എത്ര കൂടുതലാണ് 504ന്റെ വർഗം? അത് കാണാൻ വേണ്ടി 504ന്റെ വർഗത്തിൽ നിന്ന് 500ന്റെ വർഗം കുറച്ചാൽ മതി. a² - b² എന്ന് പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്. a + b × a - b ആണ്. a + b × a - b എന്നുള്ള സർവ്വസമവാക്യം കാണാതിരിക്കുക, വൃദ്ധസ്ഥാക്കുക. അപ്പൊ ആ മോഡലിലേത് a + b × a - b. അതായത് ആദ്യത്തേത് പ്ലസ് രണ്ടാമത്തേത് ഇൻറ്റു ആദ്യത്തേത് മൈനസ് രണ്ടാമത്തേത്. അതായത് 4016 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 504ന്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് 504ന്റെ വർഗം? അത് കാണാൻ വേണ്ടി 504ന്റെ വർഗത്തിൽ നിന്ന് 500ന്റെ വർഗം കുറച്ചാൽ മതി. a² - b² മോഡൽ a + b × a - b. അപ്പോൾ 504 + 500 1004 ഇൻറ്റു 504 - 500 4. 1004 4 ഗുണിക്കുമ്പോൾ 4016. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയേറെ പ്രയോജനപ്രദമാകും. എല്ലാ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രീമാത്സിന് 2400 പരം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അടക്കം 2400 പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ഇതുപോലെയുള്ള വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.